Hello students, welcome to XandY Learning. In the space interested ആയിട്ടുള്ള കുട്ടികളോടാണ് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ സ്പേസിലേക്കൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. മൂണിലേക്ക് അല്ലെങ്കിൽ മാർസിലേക്ക്, ഇനി അതും പോട്ടെ നമ്മുടെ സോളാർ സിസ്റ്റവും കടന്നിട്ടൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിനിമകളെ പറ്റി, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുക്കുകളെ പറ്റിയൊക്കെയാണ്. അപ്പോൾ സ്പേസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. നിങ്ങളുടെ സെയിം താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ അയച്ചു കൊടുക്കണം. സോ ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും സ്പേസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന വേർഡ് ഏതാണ്? അത് നമ്മുടെ ISRO ആണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലേ. ISROയുടെ ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പിക്ചർ, അതായത് പണ്ട് കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഫ്രം ക്യാരിയിങ് റോക്കറ്റ് പാർട്സ് ഓൺ ബൈസൈക്കിൾസ് ആൻഡ് ബുള്ളക്ക് കാർട്സ്, അതായത് പണ്ട് സൈക്കിളിലും കാളവണ്ടിയിലൊക്കെ ആയിരുന്നു റോക്കറ്റിന്റെ പാർട്സ് അത് വിക്ഷേപിക്കുന്ന, അത് ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോയിരുന്നത്. അവിടെ നിന്ന് നമ്മൾ എവിടെ എത്തി? നമ്മൾ മൂണിലേക്കും മാർസിലേക്കും ഒക്കെ മിഷൻസ് സെൻഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ISRO വളർന്നു. വേറെ ഒരുപാട് കൺട്രീസിന്റെ സാറ്റലൈറ്റ്സ് മറ്റൊക്കെ ലോഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് എന്നുള്ള രൂപത്തിൽ തന്നെ, അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 3 സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ISRO ഉണ്ടായിരിക്കും. ആ ലെവലിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? സ്പേസ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്പേസ് സയൻസ് ഇഷ്ടമുള്ള, സ്പേസ് ടെക്നോളജിയിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ രാവും പകലുമില്ലാതെ വർഷങ്ങളോളം അല്ലെങ്കിൽ ഡെക്കേഡ്സ് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ ഇന്നത്തെ ഈ ലെവലിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അഗെയിൻ സംസാരിക്കാനുള്ളത് ഇതുപോലെ സ്പേസിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ISRO പോലെയുള്ള അത്തരത്തിലുള്ള ഒരു സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോടാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറുപ്പം മുതൽ നമ്മൾ ബുക്കുകൾ വായിക്കാറുണ്ട്, നമ്മൾ സിനിമ കാണും, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ, നിങ്ങൾക്ക് അവൈലബിൾ ആയ ഫ്രീ ആകുന്ന ടൈമിൽ കാണാൻ വേണ്ടി ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സിനിമകൾ ഞാൻ സജസ്റ്റ് ചെയ്യാണ്. താല്പര്യമുള്ളവർക്ക് കാണാം. ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കണം. സോ അതിൽ ആദ്യം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസ് റിലേറ്റഡ് ടു സ്പേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട്, കുറച്ചെണ്ണം മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇന്റർസ്റ്റെല്ലാർ ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കോളേജിലായിരുന്ന സമയത്താണ് ഇത് റിലീസ് ആവുന്നതും. ഓൾമോസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പോയി തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി സിനിമയാണ്. നമ്മുടെ മൈൻഡ് ബെൻഡിങ് എന്ന് തന്നെ പറയാൻ പറ്റും. കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയ എല്ലാവരുടെയും തല പുകയായിരുന്നു എന്താ സംഭവിച്ചതെന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രക്കൊരു എന്താ പറയുക, സ്പേസും അതുപോലെ സയൻസ് ഫിക്ഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ഡയറക്ടർ എടുത്തിട്ടുള്ള സിനിമയാണിത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് മാർഷ്യൻ എന്ന് പറയുന്ന സിനിമയാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സിനിമയായിരുന്നു മാർഷ്യൻ. ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ ഫിലിമിൽ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം മാർസിൽ അകപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മാർസിൽ ആകെ ഒറ്റപ്പെടുന്നു, വേറെ ആരും ഇല്ല അവിടെ. അങ്ങനെ അദ്ദേഹത്തെ മാർസിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് വരുന്ന കഥയാണ് മാർഷ്യൻ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഗ്രാവിറ്റി ആണ്. ഇത് ഞാൻ കോളേജിലായിരുന്ന സമയത്ത് പോയി കണ്ടിരുന്ന ഒരു പടമാണ്. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആകെ ഈ സിനിമയിൽ മെജോറിറ്റി ഓഫ് ടൈമിൽ ആകെ ഈ 2 പേരേ ഉള്ളൂ. അതിൽ തന്നെ ഒരാള് അല്ല, ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, എന്നാലും ഈ 2-3 ആളുകൾ മാത്രമേ ഈ സിനിമയുള്ളൂ. സോ ബേസിക്കലി ഇവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ എന്താണ് അവിടുത്തെ എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അവിടുത്തെ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവിടെ കുറച്ച് കാലം താമസിക്കുന്ന ആസ്ട്രോനോട്ട്സ് ആണ്. അപ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളാണ് ഈ സിനിമയിലുള്ളത്. ആൻഡ് അഗെയിൻ നെക്സ്റ്റ് വൺ അപ്പോളോ 13. ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ട, നിർബന്ധമായും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. മൂൺ ലാൻഡിങ്ങിന്റെ സമയത്ത് 1962 മാൻ ഫസ്റ്റ് ആയിട്ട് മൂണിൽ പോയതിനു ശേഷം ഒരുപാട് മിഷൻസ് ട്രൈ ചെയ്തു. അതിലൊന്നാണ് അപ്പോളോ 13 എന്ന് പറയുന്ന മിഷൻ. അപ്പോളോ 13 പക്ഷേ പോകുന്ന വഴിക്ക് ഒരു ഫെയിലിയർ ഉണ്ടാവുകയും, ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും സ്റ്റോറി, അവർക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പാവുകയും തിരിച്ചു വരും വേണം അല്ലെ, എർത്തിലേക്ക് തിരിച്ചു വരും വേണം. അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല, എർത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഒരുപാട് ലിമിറ്റഡ് റിസോഴ്സും അതുപോലെ തന്നെ ഓൾറെഡി ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് സർവൈവ് ചെയ്തുകൊണ്ട് ഈ ആളുകൾ, ഇതിൽ പോയ 3 ആളുകൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോളോ 13ന്റെ സ്റ്റോറി. അതുപോലെ വാൾ ഇ എന്ന് പറയുന്ന ഒരു ആനിമേറ്റഡ് മൂവിയാണ്, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് വാൾ ഇ എന്ന് പറയുന്നത്. വേറൊന്ന് സ്പേസ് ഒഡീസിയാണ്, 2001 എ സ്പേസ് ഒഡീസി. ഇത് ആക്ച്വലി ഒരുപാട് വർഷം മുന്നത്തെ സിനിമയാണ്, ഒരുപാട് പഴയ സിനിമയാണ്. പക്ഷേ ഇപ്പോഴും ഹൈലി റേറ്റഡ് ആയിട്ട് സ്പേസ് സിനിമകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു ഫിലിമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാൻലി ക്യൂബ്രിക് എന്ന് പറയുന്ന ഡയറക്ടറാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു മുതിർന്ന കുട്ടികളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്ന് കണ്ടാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ന് വരും. നിങ്ങൾ കുറച്ചും കൂടെ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആവുന്ന സമയത്തൊക്കെ കണ്ടു നോക്കാൻ പറ്റും. വളരെ ഫേമസ് ആയിട്ടുള്ള മൂവിയാണ്. അടുത്തത് ഏലിയൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പി എൻഡിങ് പോലെയുള്ള സിനിമകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ലൈറ്റർ മോഡിലുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ, ഇത് കുറച്ചുകൂടെ ഒരു ഹൊറർ മോഡിലുള്ള സിനിമയാണ് ഏലിയൻ എന്ന് പറയുന്ന മൂവി. അപ്പോൾ ഇവരും സ്പേസിൽ പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകളുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ അതിൽ പക്ഷേ കുറച്ച് എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏലിയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് സിനിമയാണ് ഏലിയൻ എന്നുള്ളത്. 1979 റിലീസ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആയിട്ട്, എസ്പെഷ്യലി സൈഫൈ മൂവീസ് ആയിട്ട് അറിയപ്പെടുന്ന സിനിമയാണ്. ഇനി ബുക്സ് റിലേറ്റഡ് ടു സ്പേസ്.
അപ്പോൾ സിനിമ കാണുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ നമ്മളുടെ ഇമാജിനേഷൻ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമുക്ക് പല രീതിയിൽ തിങ്കിങ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. സോ സ്പേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ആണിത്. സ്പേസ് ഷട്ടിൽ, നമ്മുടെ നാഷണൽ നമ്മുടെ അല്ല, ഐ മീൻ US നാഷണൽ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററിയാണത്. കാൾ സേഗൻ എന്താണെന്ന് ആരാണെന്ന് അറിയാത്ത ആളുകൾ യൂട്യൂബിൽ പോയിട്ട് നോക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു. കാൾ സേഗന്റെ കോസ്മോസ് എന്ന് പറയുന്ന ബുക്കുണ്ട്. നാസയെ പറ്റിയുള്ള ഒരു ബുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോളോ മിഷൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ സ്റ്റോറി പറയുന്ന ബുക്കാണിത്. യൂണിവേഴ്സ് ഇൻ ഫോക്കസ്, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിനെ പറ്റി തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹബിൾ ടെലിസ്കോപ്പ്, അതായത് നമ്മുടെ ഒരു ഓർബിറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഹബിൾ ടെലിസ്കോപ്പിന്റെ സ്റ്റോറി പറയുന്ന ബുക്കാണിത്. ആൻഡ് സ്പേസ് ഷട്ടിൽ, അഗെയിൻ സ്പേസിനെ കുറിച്ചുള്ള മറ്റൊരു ബുക്കാണ്. അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ള ആളുകൾ, നിങ്ങൾക്ക് ഇതിന്റെ ഓൺലൈൻ വേർഷൻസോ അല്ലെങ്കിൽ ഓഫ്ലൈനൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് വായിച്ചു നോക്കുക. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. സ്പേസിനെ കുറിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, ആ ഒരു പാഷൻ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് തുടങ്ങണം. ആൻഡ് ഫൈനലി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇതിൽ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണോ? സ്പേസ് സയൻസും അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പ്രീമിയർ സ്ഥാപനത്തിന്റെ പേരാണ് ഞാൻ ഫൈനലി ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് വേറൊന്നുമില്ല, IIST ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന പേരിലുള്ള IIST എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഇതുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ പല ആളുകൾക്കും അറിയില്ല. പക്ഷേ ആക്ച്വലി ഇത് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. നമുക്ക് എല്ലാവർക്കും ഈസിലി പോയി വരാൻ പറ്റുന്ന ട്രിവാൻഡ്രത്താണ് ഈ സ്ഥാപനമുള്ളത്. ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് ISROയിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഡ്രീം ജോബുകളിലേക്ക് നമുക്ക് എത്താനും സാധിക്കും. അണ്ടർസ്റ്റുഡ്. സോ ഇത് ആക്ച്വലി ഏഷ്യയിൽ തന്നെ വളരെ റെയർ ആയിട്ട് മാത്രമാണ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുള്ളത്. അതിലൊന്നാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള IIST. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഹൈസ്കൂൾ തൊട്ട് തന്നെ ആലോചിച്ച് തുടങ്ങേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. XandY ലേണിംഗിന്റെ ഇത്തരത്തിലുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സയൻസ് ആൻഡ് മാത്തിലെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ നമ്മുടെ ഓഫീസ് നമ്പറുകളും ലിങ്കുകളൊക്കെ ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ബാച്ച് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സ്പേസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കരുത്. താങ്ക്